ആദാമിന് ദൈവം വെളിപ്പെട്ടത് പിതാവായിട്ടാണ്. ആദാം പാപം ചെയ്തതും മുഖാന്തിരം ആദാമിന് പിതാവിനെ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. പുത്രത്വത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടത് ആദാമിന് പിതാവിനെ ആയിരുന്നു. ആദാം മുതൽ ക്രിസ്തു വരെ ദൈവം വെളിപ്പെട്ടത് പിന്നെ പിതാവായിട്ടല്ല. ഒരാമേൻ പറഞ്ഞേ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആദാം മുതൽ ക്രിസ്തു വരെ ദൈവം വെളിപ്പെട്ടത് പല രീതിയിലും പല പേരുകളിലും ദൈവം വെളിപ്പെട്ടു. ഒരിക്കലും പിതാവായിട്ട് വെളിപ്പെട്ടില്ല. അബ്രഹാമിന്റെ മുമ്പിൽ എൽഷദായിയായി ദൈവം വെളിപ്പെട്ടു, ഞാൻ സർവശക്തനായ ദൈവം. മോശയുടെ മുമ്പിൽ ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന ശബ്ദത്തോടെ ദൈവം വെളിപ്പെട്ടു. ഏലിയാവിന്റെ മുമ്പിൽ തീ കൊണ്ടുത്തരമരുളുന്ന ദൈവമായി യഹോവ വെളിപ്പെട്ടു. ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ യഹോവ റാഫയായി, യഹോവ ഷമ്മയായി, യഹോവ നിസിയായി, യഹോവ ഷാലോമായി ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. പക്ഷേ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ദൈവത്തിന്റെ പുത്രൻ ഇറങ്ങി വന്നു. പുത്രൻ ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്തിയത് യഹോവ റാഫയായിട്ടല്ല, യഹോവ ഷമ്മയായിട്ടല്ല, യഹോവ നിസിയായിട്ടല്ല, യഹോവ എലോഹിമായിട്ടല്ല. ഭൂമിയിൽ യഹോവയായ ദൈവത്തെ പുത്രൻ വെളിപ്പെടുത്തിയത് പിതാവായിട്ടാണ്. കരങ്ങൾ അടിച്ച് ശബ്ദത്തോടെ ആ ദൈവത്തിന് മഹത്വം. ശബരഘടക ജഗതര റിബിരിഘടക ജഗതര റിബിരിഘടക ജഗതര ശബരഘടക ജഗതര റിബിരിഘടക ജഗതന. പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയത് പിതാവായിട്ടാണ്. ഇന്നും ഒത്തിരി പേർക്ക് യഹോവ റാഫയായിട്ട് അവനെ അറിയാം. ഒത്തിരി പേർക്ക് യഹോവ നിസിയായിട്ട് ദൈവത്തെ അറിയാം. ഒത്തിരി പേർക്ക് യഹോവ ഇരയായിട്ട് അവനെ അറിയാം. പക്ഷെ പുതിയ നിയമസഭ അറിയേണ്ടത് അവൻ പിതാവാണ്. അവൻ പിതാവാണ്. നമ്മുടെ ദൈവം നമുക്ക് പിതാവാണ്. ഹല്ലേലൂയ. യഹോവ റാഫയായി വെളിപ്പെടുമ്പോഴുള്ള പ്രത്യേകത, അവൻ റാഫയായിട്ട് മാത്രമേ അവർക്ക് വെളിപ്പെടുത്തുള്ളൂ. ഒന്നുകൂടെ, യഹോവ റാഫയായി വെളിപ്പെട്ടാൽ അവിടെ റാഫയായിട്ടേ വെളിപ്പെടുത്തുള്ളൂ. എവിടെയെങ്കിലും രോഗമുണ്ടെങ്കിൽ സൗഖ്യദായകനായിട്ടാണ് യഹോവ റാഫ വെളിപ്പെടുന്നത്. യഹോവ നിസിയായിട്ട് വെളിപ്പെട്ടാൽ അവിടെ റാഫ വെളിപ്പെടത്തില്ല, അവിടെ പിതാവ് വെളിപ്പെടത്തില്ല, അവിടെ മറ്റൊന്നും വെളിപ്പെടത്തില്ല. അവിടെ യഹോവ ജയക്കൊടിയായിട്ടാണ് വെളിപ്പെടുന്നത്. യഹോവ ഇരയായിട്ട് വെളിപ്പെട്ടാൽ അവിടെ പിതാവല്ല വെളിപ്പെടുന്നത്, റാഫയല്ല വെളിപ്പെടുന്നത്, നിസിയല്ല വെളിപ്പെടുന്നത്, കരുതുന്ന ദൈവമായിട്ടാണ് വെളിപ്പെടുന്നത്. പക്ഷെ ഇന്ന് പകൽ കൃപ ലഭിച്ച ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, യഹോവ പിതാവായിട്ട് വെളിപ്പെട്ടാൽ അതിനകത്ത് യഹോവ റാഫയുണ്ട്. യഹോവ പിതാവായിട്ട് വെളിപ്പെട്ടാൽ അതിനകത്ത് യഹോവ നിസിയുണ്ട്. യഹോവ പിതാവായിട്ട് വെളിപ്പെടുത്താൽ അതിനകത്ത് യഹോവ ഷാലോമുണ്ട്. യഹോവ പിതാവായിട്ട് നിനക്ക് വെളിപ്പെട്ടാൽ അതിനകത്ത് യഹോവ റാഫയുണ്ട്. യഹോവ പിതാവായിട്ട് നിനക്ക് വെളിപ്പെട്ടാൽ നിനക്ക് എന്താണോ ഭൂമിയിൽ ആവശ്യം അതായിട്ട് പിതാവിന്റെ അകത്തുണ്ട്. യഹോവ റാഫയേക്കാൾ വലുത് യഹോവ പിതാവാണ്. യഹോവ നിസിയേക്കാൾ വലുത് യഹോവ പിതാവാണ്. യഹോവ ഷമ്മയേക്കാൾ വലുത് യഹോവ പിതാവാണ്. നിനക്കവൻ റാഫയല്ല, നിനക്കവൻ നിസിയല്ല, നിനക്കവൻ എലോഹിമല്ല, നിനക്കവൻ എൽഷദായല്ല, നിനക്കവൻ പിതാവാണ്. നിനക്കവൻ പിതാവാണ്. നിനക്കവൻ പിതാവാണ്. നിനക്കവൻ പിതാവാണ്. ആരോട് ആത്മാവ് വെളിപ്പാട് കൈമാറുന്നു. നിന്റെ വെളിപ്പാട് മാറ്റ്, നിന്റെ കാഴ്ചപ്പാട് മാറ്റ്, നിന്റെ അകത്തിരിക്കുന്ന റാഫയെ മാറ്റ്, നിന്റെ അകത്തിരിക്കുന്ന നിസിയെ മാറ്റ്, നിന്റെ അകത്തിരിക്കുന്ന ഷമ്മയെ മാറ്റ്. യഹോവ പിതാവെന്ന വെളിപ്പാടിൽ